നമുക്കറിയാം ഇതിൻ്റെ ബ്രോഷറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്യുവർ എന്നുള്ള വേരിയൻ്റ് നമുക്ക് ഈ ഒരു ഫീച്ചർ കാണില്ല. പക്ഷേ എന്തോ ഈ പ്യുവർ വേരിയൻറ്റിനകത്ത് നമുക്ക് ഫിസിക്കലി നമുക്ക് ഇങ്ങനെ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പ്യുവറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 ഫീച്ചേഴ്സ് മാത്രമേ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുള്ളൂ. അതൊരു വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് സൺറൂഫ് കിട്ടുന്നുണ്ട്, ആൻറ്റി ഗ്ലെയർ IR. ഈ ഒരു ഫീച്ചേഴ്സിന് നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 88,000 രൂപയാണ് വരുന്ന ഓൺ റോഡ് പ്രൈസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു TDFിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏറ്റവും പുതിയ ടാറ്റ നെക്സോണിൻ്റെ സെക്കൻഡ് ബേസ് മോഡലായിട്ടുള്ള പ്യുവർ എസിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും പുതിയ ടാറ്റ നെക്സോൺ അവൈലബിൾ ആയിട്ടുള്ളത് 4 കോമൺ ബേസിക് വേരിയൻസിലാണ്. അത് സ്മാർട്ട്, പ്യുവർ, ക്രിയേറ്റീവ്, ഫിയർലെസ് എന്നുള്ള 4 ബേസിക് വേരിയൻസിലാണ്. ഇതിൽ തന്നെ നമുക്ക് സബ്ബായിട്ട് ഒരുപാട് വേരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ കസ്റ്റം പാക്കുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് ഡയറ്റോണ ഗ്രേ എന്നുള്ള കളറിൽ അവൈലബിൾ ആയിട്ടുള്ള പ്യുവർ എസ് എന്നുള്ള വേരിയൻ്റ് ആണ്. അപ്പോൾ പ്യുവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പ്യുവർ എന്നുള്ള വേരിയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ആഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ലഭിക്കുന്ന ഒരു വേരിയൻ്റ് ആണ്. അതായത് സെക്കൻഡ് ബേസ് വേരിയൻ്റ് ആണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം സ്മാർട്ട് എന്നുള്ള ഒരു വേരിയൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരേ ഒരു എഞ്ചിൻ ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് പെട്രോൾ എഞ്ചിൻ, അത് തന്നെ ഒരു 5 സ്പീഡ് ആയിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ പ്യുവർ എന്നുള്ള വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യുവർ എന്നുള്ള വേരിയൻ്റ് മുതൽക്കാണ്. അതല്ലാതെ തന്നെ നമുക്ക് ട്രാൻസ്മിഷൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് 6 സ്പീഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. അതും മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഒന്നും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് നമുക്ക് പ്യുവർ വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. കമ്പയറിംഗ് ടു സ്മാർട്ട് വേരിയൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്മാർട്ടിന് നമുക്കൊരു 5 സ്പീഡ് ആയിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ പ്യുവറിലേക്ക് വരുന്ന സമയത്ത് ഒരു 6 സ്പീഡ് ആയിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ അല്ല പ്യുവറിനകത്ത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡീസൽ എഞ്ചിൻ കൂടി ആഡ് ആയിട്ട് പ്യുവർ വേരിയൻറ്റിൽ വരുന്നുണ്ട്. പിന്നെ സ്മാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള പ്യുവറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്യുവർ ഗ്രേ എന്നുള്ളൊരു അഡീഷണൽ കളർ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ബേസിക്കലി പ്യുവർ എന്നുള്ള വേരിയൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 4 മോണോട്ടോൺ കളർ ഓപ്ഷൻസിലാണ്. ഒരു ഡയറ്റോണ ഗ്രേ ഉണ്ട്, ഫ്ലെയിം റെഡ് ഉണ്ട്, പ്യുവർ ഗ്രേ ഉണ്ട്, പിന്നെ കാൽഗറി വൈറ്റ് എന്നുള്ള 4 മോണോട്ടോൺ കളർ ഓപ്ഷൻസിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഡ്യുവൽ ടോൺ കളർ ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല. സോ അപ്പോൾ നമ്മൾ കാണുന്നത് ഡയറ്റോണ ഗ്രേ എന്നുള്ളൊരു കളറാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്മാർട്ടും അതുപോലെ തന്നെ പ്യുവറും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്യുവർ എന്നുള്ള വേരിയൻറ്റിൽ നമുക്ക് 2 സബ്ബായിട്ടുള്ള വേരിയൻസ് ആണ്. ഈ പ്യുവറും അതുപോലെ തന്നെ പ്യുവർ എസ് എന്നുള്ള 2 വേരിയൻസ് മാത്രമേ പ്യുവർ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പെടുന്നുള്ളൂ. സ്മാർട്ട് എടുത്തുകൊണ്ട് നമുക്ക് സ്മാർട്ട് പ്ലസ് എസ് എന്നൊക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ പ്യുവറിലേക്ക് വരുന്ന സമയത്ത് അത് 2 പാക്ക് മാത്രമേ ഉള്ളൂ, പ്യുവറും പ്യുവർ എസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർ എസ് എന്നുള്ള ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് പ്യുവറുമായിട്ട് അതായത് അതിൻ്റെ തൊട്ട് താഴെയുള്ള പ്യുവറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 ഫീച്ചേഴ്സ് മാത്രമേ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുള്ളൂ. അതൊരു വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് സൺറൂഫ് കിട്ടുന്നുണ്ട്, ആൻറ്റി ഗ്ലെയർ IRVM അവൈലബിൾ ആണ്, പിന്നെ ഓട്ടോ ഹെഡ് ലാമ്പും റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് നമുക്ക് പ്യുവർ എസിൽ കിട്ടുന്ന ആഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഈ 4 ഫീച്ചേഴ്സാണ് പ്യുവറും പ്യുവർ എസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫീച്ചേഴ്സിന് നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 88,000 രൂപയാണ് വരുന്ന ഓൺ റോഡ് പ്രൈസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്യുവർ എസ് എന്നുള്ള ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12,36,000 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ പ്യുവർ എന്നുള്ള വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,48,000 രൂപയാണ് വരുന്നത്. അപ്പോൾ പ്യുവറും പ്യുവർ എസും തമ്മിലൊരു മേജർ ഡിഫറൻസ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 88,000 രൂപയാണ് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ടാറ്റ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ലോവർ വേരിയൻ്റ് ആയിട്ടുള്ള സ്മാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്യുവറിലേക്ക് വരുന്ന സമയത്ത് വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ടാറ്റ വരുത്തിയിട്ടുള്ളൂ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ബൈ ഫംഗ്ഷൻ ആയിട്ടുള്ള LED പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാമ്പ് വന്നു എന്നുള്ളതാണ്. പിന്നെ പ്യുവറും പ്യുവർ എസും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ സ്മാർട്ടിൽ കണ്ടുള്ള സിമിലർ ആയിട്ടുള്ള ഫോളോ മീ ഹോം ലാമ്പ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്. സ്മാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് LED ടൈപ്പ് ആയിട്ടുള്ള DR യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ലിലുള്ള ഡിസൈൻസ് എല്ലാം തന്നെ സ്മാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നത് സിമിലർ ആണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 3 ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് A പില്ലർ B പില്ലർ എല്ലാം ബ്ലാക്ക് ടൈപ്പോടാണ്. പിന്നെ റൂഫ് റെയിൽസ് നമുക്ക് സിൽവർ ഫിനിഷ് ആയിട്ടുള്ള റൂഫ് റെയിൽസ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു വീൽ കപ്പും വരുന്നുണ്ട്. ഈ ഒരു 3 വ്യത്യാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. വീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 195/60 വരുന്ന 16 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ക്രിയേറ്റീവ് എന്നുള്ള വേരിയൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 215/60 വരുന്ന പ്രൊഫൈൽ വരുന്ന ടയേഴ്സ് കിട്ടുന്നുണ്ട്. സ്മാർട്ടും പ്യുവറിലാണ് നമുക്ക് ഈ ഒരു പ്രൊഫൈലുള്ള ടയർ കിട്ടുന്നത്. ബാക്കിയെല്ലാം സിമിലർ ആണ്. ബ്ലാക്ക് കളർഡ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിനുള്ള ORVM യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. കോമ്പറ്റീറ്റീവ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ള ഒരൊറ്റ ഫാക്ടറിൽ മാത്രമേ ടാറ്റ നെക്സോൺ മുന്നിട്ട് നിൽക്കുന്നുള്ളൂ. 208 mm വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ടാറ്റ നെക്സോണിലൂടെ ഓഫർ ചെയ്യുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു എക്സ്പാക്ടർ ആയിട്ടുള്ള LED ടെയിൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബൂട്ട് ഡോറിലേക്ക് കയറി നിൽക്കുന്ന ഈ ഭാഗമൊന്നും ലൈറ്റപ്പ് ഇല്ല. ബാക്കിയെല്ലാം സിമിലർ ആണ്. നമുക്ക് റിയർ ഡീഫോഗേഴ്സോ വൈപ്പേഴ്സോ വാഷേഴ്സോ ഒന്നും അവൈലബിൾ അല്ല. ബൂട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 382 ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ് ആണ് ടാറ്റ നെക്സോണോട് ഓഫർ ചെയ്യുന്നത്. റിയർ പാസിൽ ട്രേയോ വേറെ ലൈറ്റുകളോ ഒന്നും വരുന്നില്ല. സ്പെയർ വീലിൻ്റെ സൈസ് ബാക്കിയുള്ള ടയേഴ്സിൻ്റെ സിമിലർ ആയിട്ടുള്ള സൈസ് തന്നെയാണ് വരുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ട് സംഭവിച്ചിട്ടില്ല. എല്ലാ വ്യത്യാസങ്ങളും സംഭവിച്ചിട്ടുള്ള അകത്താണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം.
നെക്സോണിന്റെ പ്യൂർ എസ് വേരിയന്റിന്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ പുറകുവശത്ത് ഇരിക്കുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഡോർ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം ഒരു വൈറ്റ് തീമിനാണ് വരുന്നത്. ഇത് സ്മാർട്ട് ആവുന്ന സമയത്ത് ഇവിടെ ഒക്കെ ബ്ലാക്ക് ആണ്, പക്ഷേ പ്യൂർ ആകുമ്പോൾ മൊത്തം വൈറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിലെല്ലാം തന്നെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഈ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒന്നും നമുക്ക് സ്മാർട്ട് എന്നുള്ള വേരിയന്റ് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട് പ്ലസ് വേരിയന്റ് ആണ് നമുക്ക് എല്ലാ വേരിയൻസിലും ഓൾ ഡോർ പവർ വിൻഡോസ് വരുന്നത്. അപ്പോൾ ആ ഓൾ ഡോർ പവർ വിൻഡോസിന്റെ യൂണിറ്റ് പ്യൂറിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് 1 ലിറ്റർ ആണ്. പിന്നെ താഴെ തന്നെ ഇവിടെ താഴെ ചെറിയൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. പ്യൂർ എന്നുള്ള വേരിയന്റ് നമുക്ക് എല്ലാ വേരിയൻസിലും പ്യൂറും പ്യൂർ എസ് ആണെങ്കിൽ തന്നെ നമുക്ക് 4 സ്പീക്കേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ട്യൂട്ടേഴ്സ് അവൈലബിൾ അല്ല. ട്യൂട്ടേഴ്സ് എല്ലാം നമുക്ക് കിട്ടുന്നത് ക്രിയേറ്റീവ് എന്നുള്ള വേരിയന്റാണ്. സോ ഇതിൽ നമുക്ക് 4 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വിൻഡോ ഏരിയ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള വിൻഡോ ഏരിയ ആണ്. നമുക്ക് ഒരിക്കലും ഒരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് ഒന്നും കിട്ടുന്നില്ല. പുറത്തുള്ള വ്യൂസ് ഒക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഹുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ മുകളിലും ഒരു ഹുക്ക് കാണാൻ പറ്റും. ടാറ്റ വെഹിക്കിൾസ് എല്ലാം തന്നെ ഹുക്കുകൾ കൊണ്ട് സമ്പന്നമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെയും പിന്നെ പുറകുവശത്തുള്ള ഡിക്കി സ്പേസിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ആ ഒരു സൈഡിലൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു സ്പ്രിംഗ് ലോഡായിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും കാണാൻ പറ്റും. ഈ ഒരു റൂഫിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്കിതൊരു സൺറൂഫുള്ള മോഡലാണ്. അതുകൊണ്ട് തന്നെ ഈ റൂഫൊക്കെ തന്നെ അത്യാവശ്യം ഈ ഫാബ്രിക് ഒക്കെ അങ്ങനെ പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തൊടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ പ്യൂർ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെക്സോണിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. കാരണം നമുക്കറിയാം ഇതിൻ്റെ ബ്രോഷറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്യൂർ എന്നുള്ള വേരിയൻ്റ് നമുക്ക് ഈ ഒരു ഫീച്ചർ കാണില്ല. പക്ഷേ എന്തോ ഈ പ്യൂർ വേരിയൻറ്റിനകത്ത് നമുക്ക് ഫിസിക്കലി നമുക്ക് ഇങ്ങനെ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ആസ് പെർ ഒരു ബ്രോഷർ പ്രകാരമാണ് ക്രിയേറ്റീവ് എന്നുള്ള വേരിയൻറ്റ് മുതൽക്കാണ്. ക്രിയേറ്റീവ് തന്നെ ക്രിയേറ്റീവ് പ്ലസ് എന്നുള്ള വേരിയൻ്റാണ് നമുക്ക് ഈ ഒരു ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ബെൽറ്റിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ വരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ടാറ്റ അപ്ഡേഷൻസ് വന്നുകൊണ്ട് ആയിരിക്കാം ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻ പ്യൂറിലും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൻ്റെ ഒരു യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സീറ്റെല്ലാം തന്നെ ഒരു നോർമൽ ഫാബ്രിക് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല തൈ സപ്പോർട്ട് നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. നമുക്കറിയാം മുമ്പത്തെ നെക്സോൺ ആണെങ്കിൽ പോലും നല്ല തൈ സപ്പോർട്ടാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിവിടെ ഈ സെൻട്രൽ ടണൽ കുറച്ചൊരു ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു പോരായ്മയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു റിയർ എ സി വെൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂർ എന്നുള്ള വേരിയൻ്റ് മുതൽക്കാണ്. അതിൻ്റെ ഒരു യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു കൺട്രോൾസ് ഒന്നും ഇവിടെ വരുന്നില്ല. അതായത് ബ്ലോവർ കൺട്രോളോ അല്ലെങ്കിൽ അത് ഓഫ് ചെയ്യാനൊന്നുള്ള ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടില്ല. വാഹനം ഓൺ ആകുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ഈ ഒരു എ സിയും വർക്കായി തുടങ്ങും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചാർജിങ് ഇതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല, പ്രൊവിഷൻസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ചാർജിങ് പ്രൊവിഷൻസ് ഒക്കെ വരുന്നത് നമുക്ക് ഈ ഒരു സൈഡിലാണ്, ഇവിടെ ഈ പുറകിലുള്ള ഈ ഒരു സൈഡിലാണ് നമുക്ക് ചാർജിങ്ങിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സീറ്റ് പോക്കറ്റുകളൊന്നും അല്ലെങ്കിൽ ഈ ഒരു ഇവിടെ ഒന്നും വേറെ പോക്കറ്റുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ സൈഡിലും വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബാക്ക് സീറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 2 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്മാർട്ട് വേരിയൻറ്റിലും ഇപ്പോൾ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രോഷറിൽ ഇല്ലാത്തൊരു ഫീച്ചറാണിത്. ബ്രോഷറിൽ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് സ്മാർട്ട് പ്ലസ് ഇപ്പോൾ ഞാൻ ഒരു വേരിയൻറ്റ് കണ്ടപ്പോൾ അതിനകത്തും ഈ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കണ്ടു. സോ പ്യൂറിൽ എന്തായാലും നമുക്ക് ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റ് ഒന്നുമല്ല വരുന്നത്, നോർമൽ ആയിട്ടുള്ള ഒരു ബെഞ്ച് ടൈപ്പ് ആയിട്ടുള്ള സ്പ്ലിറ്റ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മൂന്നാമത്തെ പാസഞ്ചർക്കുള്ള സീറ്റ് ബെൽറ്റിൻ്റെ പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഐസോഫിക്സ് ചൈൽഡ് മൗണ്ട് ചെയ്യാനുള്ള സീറ്റിൻ്റെ അത് എല്ലാ വേരിയൻസിലും കിട്ടുന്നൊരു ഫീച്ചറാണ്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്യൂറസ് വേരിയൻ്റെ കീ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള ടാറ്റ കാസിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ളൊരു കീ യൂണിറ്റാണ്. ഇവിടെ നമുക്ക് ഒരു ലോക്ക് അൺലോക്ക് പിന്നെ ഫോളോ മീ ഹോം ലാമ്പിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലിപ്പ് കീ ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള കീ യൂണിറ്റാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നെക്സോണിൻ്റെ പ്യൂറസിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഡോർ സൈഡിലൊക്കെ നമ്മൾ പിന്നിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ തന്നെ ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ഈ ഒരു ഡോർ ഹാൻഡിലൊക്കെ കാണാൻ പറ്റും. ഈ സ്റ്റിക്കർ നോക്കേണ്ട, ഇത് യാർഡിൽ നിന്നാണ് ഞാൻ വണ്ടി ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. നമുക്ക് ഈ ഒരു വൈറ്റ് തീമിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു ലേഔട്ടിൽ കാണാൻ പറ്റും. ഇത് പ്യൂർ വേരിയന്റിൽ മാത്രം കിട്ടുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു വൈറ്റ് തീമൊക്കെ പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഓൾ ഡോർ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു റെഡ് ലൈറ്റ് കാണാൻ പറ്റും. വാഹനത്തിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുപോലെ ഒരു റിഫ്ലക്ടറാണ്, ലൈറ്റ് ഇല്ല, ഒരു റിഫ്ലക്ടർ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു അംബ്രല്ല ഹോൾഡറും പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മാഗസിൻ ഹോൾഡറായിട്ട് ഈ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന സൈഡിലുള്ള ഒരു ചെറിയൊരു സ്പേസ് ആണ്. ഈ ഒരു മിറേഴ്സിൻ്റെ കൺട്രോൾസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററാണ്, ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ഫോൾഡ് നമുക്ക് മാനുവലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കൺട്രോൾസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഈ താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ ഇതുപോലെ ഒരു മാനുവൽ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്, ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ താഴെ ഈ പെഡൽസിൻ്റെ കാര്യം വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു
ഡെഡ് പെഡലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമൽ ആയിട്ടുള്ള ഒരു സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നോർമൽ പെഡൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിഡ് അവിടെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു യൂട്ടിലിറ്റി സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു 4 ഇഞ്ച് ആയിട്ടുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. അതിന്റെ കൺട്രോൾസ് എല്ലാം വരുന്നത് ഈ ഒരു റൈറ്റ് സൈഡിലാണ്. ഇവിടെ വേറെ ബട്ടൺസ് ഒന്നും വരുന്നത് ഈ ടോഗിൾ ബട്ടണും ഒരു ഓക്കെ ബട്ടൺ മാത്രമേ വരുന്നുള്ളൂ. ഇത് അമർത്തിക്കൊണ്ട് നമുക്ക് ഇതിന്റെ ട്രിപ്പ് എ, ട്രിപ്പ് ബി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ സെറ്റിംഗ്സ് ഒന്നും വരുന്നില്ല. വളരെ മിനിമൽ ആയിട്ടുള്ള സെറ്റിംഗ്സ് മാത്രമേ വരുന്നുള്ളൂ. ഒരുപാട് പ്രീമിയം ഫീലൊന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ ആണ് ടാറ്റ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും കൂടെ കിട്ടും. ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഡോർ ഓപ്പൺ എന്നുള്ളൊരു വാണിംഗ് പോലെ കാണിക്കുന്നത്. പിന്നെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ആ ഒരു വാണിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതാണ് അതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പുതിയ നെക്സോണിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകിച്ച് അതിന്റെ ഒരു പുതിയ സ്റ്റിയറിംഗ് വീലാണ്. അതൊരു ഇല്ലുമിനേറ്റഡ് ലോഗോ ഒക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ കൺട്രോൾസ് എല്ലാം വരുന്നത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് മീഡിയ കൺട്രോൾസ് എല്ലാം വരുന്നത്. പ്യുവർ എന്നുള്ള വേരിയന്റ് മുതൽക്കാണ് നമുക്ക് വോയിസ് കമാൻഡ് ആയിട്ടുള്ള മീഡിയ കൺട്രോൾസ് ഒക്കെ വരുന്നത്. അപ്പോൾ വോയിസ് കമാൻഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ബ്ലൂടൂത്ത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പല നെക്സോണിന്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് പിന്നെ ഈ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. അത് എനിക്കും തോന്നി. കാരണം നമുക്കിവിടെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒക്കെ മൊത്തം ഒരു അഴുക്ക് ഒരു കുറെ ടച്ച് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇടയ്ക്കൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത മറ്റൊരു പ്രശ്നം വെച്ചാൽ ഇവിടെ ഈ ഒരു കാണുന്ന ചെറിയ ബൾജ് പോലെയാണ്. നമുക്ക് കുറച്ച് ഹൈറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇവിടെ മുട്ട് തട്ടുന്ന ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. ഇതിപ്പോൾ ഞാൻ കുറച്ച് പുറകിൽ ഇട്ടുകൊണ്ടാണ് അങ്ങനെ തട്ടാത്തത്. കുറച്ചൊന്ന് ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ മുട്ട് തട്ടുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് സ്റ്റിയറിംഗ് വീലിന്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇവിടെ വേറെ ലെതർ റാപ്പിംഗ് ഒന്നും വരുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഭയങ്കര ഗ്രിപ്പായിട്ടുള്ളൊരു രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫംഗ്ഷൻസ് വരുന്നത് ടിൽറ്റ് ഫംഗ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. റീച്ച് ഫംഗ്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ നമുക്കൊരു 7 ഇഞ്ച് ആയിട്ടുള്ള പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, പവേർഡ് ബൈ ഹർമൻ. ഇതിനകത്ത് നമുക്ക് 4 സ്പീക്കേഴ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. പഴയ നെക്സോണിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള യൂണിറ്റ് തന്നെയാണ്. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇതിന്റെ കൺട്രോൾസും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്താന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഒരു ബേസിക് ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ ഇതൊരു 7 ഇഞ്ച് ആയിട്ടുള്ള 4 സ്പീക്കർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് വളരെ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിനെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിന്റെ യൂണിറ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റ് ഫിനിഷ് ഒക്കെ അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ AC വെന്റ് ആണെങ്കിൽ അതിന് ചുറ്റുമുള്ള ഡിസൈൻ പാറ്റേൺസ് ഒക്കെ ഭയങ്കര ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾസ് ആണ് വരുന്നത്. പ്യുവർ വേരിയന്റ് മുതൽക്കാണ് നമുക്ക് ഇതൊക്കെ ടച്ച് വേരിയന്റ് അല്ലെങ്കിൽ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾസ് വരുന്നത്. ഓട്ടോ AC ഒന്നും അല്ല, ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ മാത്രമേ വരുന്നുള്ളൂ. ഇതിന്റെ ലൈറ്റ് കുറച്ച് ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ പകൽ വെളിച്ചത്തിൽ നമുക്കൊരു വലിയൊരു വിസിബിലിറ്റി കിട്ടുന്നതായി എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ടച്ച് കൺട്രോൾസ് എല്ലാം വരുന്നത് ഇപ്പോൾ പുറകിലെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ ഡോറും ക്ലോസ് ചെയ്യാനുള്ള ഒരു പിന്നെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കി ബേസിക് ആയിട്ടുള്ള എല്ലാതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കണ്ട ഈ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിനാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിംഗർ പ്രിന്റ് ഒക്കെ അത് കറക്റ്റ് എടുക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ താഴെ നമുക്ക് ചാർജിങ് സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് എ പിന്നെ പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പോർട്ട് കണക്ട് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ഒരു ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം പ്യുവർ എന്നുള്ള വേരിയന്റ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു 6 സ്പീഡ് ആയിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അതിന്റെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഭയങ്കര നീറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് കാണാൻ പറ്റുക. പിന്നെ എല്ലാ വേരിയൻസിനും കോമൺ ആയിട്ട് കിട്ടുന്ന ഈ ഒരു മൾട്ടി ഡ്രൈവ് മോഡ്സ് ഉണ്ട്. സിറ്റി, ഇക്കോ, സ്പോർട്സ് ഉണ്ട്. വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഡീഫോൾട്ട് ആയിട്ട് സിറ്റി മോഡാണ് സ്റ്റാർട്ട് ആവുക. സോ അതിന്റെ കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ലൈറ്റപ്പ് ഒന്നും ചെയ്യില്ല, ബേസിക് ആയിട്ടുള്ളതാണ്. പക്ഷെ ഇതിന്റെ കമാൻഡ്സ് പറയും ഇത് ഓരോന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സിറ്റി മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ സിറ്റി എന്നുള്ളൊരു ഐക്കണും കാണിച്ചു തരും. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേറെ ആംറസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് വലിയൊരു ഗ്ലോ ബോക്സ് ആണ്. അത്യാവശ്യം ഭയങ്കര യൂട്ടിലിറ്റി സ്പേസ് ഒക്കെ തരുന്ന ഗ്ലോ ബോക്സ് ആണ്. ടാറ്റയുടെ പല വാഹനങ്ങളും നമുക്കത് കണ്ടിട്ടുണ്ടാകും. കാരണം ഒരു പെൻ ഹോൾഡർ, ഒരു ഡയറി ഹോൾഡർ, അങ്ങനത്തെ ഭയങ്കര യൂട്ടിലിറ്റി ഇപ്പോൾ തോന്നുന്ന പോലത്തെ ഒരു ഗ്ലോ ബോക്സ് ആണ്. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫംഗ്ഷൻ ഒന്നും വരുന്നില്ല, നോർമൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് വരുന്നത്. അതിൻ്റെ ഒരു ബട്ടൺ ലൈക്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു ഇതിലാണ് തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സീറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗം കണ്ട് ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന ഇതൊരു തൈ സപ്പോർട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി കൊടുത്തൊരു ഭാഗമാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റിനെയാണ് ടാറ്റ അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാൻ പറ്റും. ഈ സീറ്റിലെ ഡിസൈൻ പാറ്റേണൊക്കെ അത്യാവശ്യം നല്ല
നല്ല രീതിയിൽ തന്നെ ടാറ്റ അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഡിസൈൻ ലേഔട്ടൊക്കെ കാണാൻ പറ്റും. 2 കളർ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറൊന്നും വരുന്നില്ല. ജസ്റ്റ് ഇൻക്ലൈൻ ഡിക്ലൈൻ ഫംഗ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്ന ക്രിയേറ്റീവ് എന്നുള്ള വേരിയൻ്റാണ്. അപ്പോൾ പ്യുവറിൽ നമുക്ക് ഹൈറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ വരുന്നില്ല. പിന്നെ ഈ ഒരു മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മാനുവൽ കൺട്രോൾസ് വരുന്ന IRVMs ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്യുവർ എസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സിൻ്റെ യൂണിറ്റ് ഒരു സെൻസർ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു LED ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു പ്യുവർ എസിൻ്റെ ഏറ്റവും എടുത്ത് പറഞ്ഞ വ്യക്തി വെച്ചാൽ ഈ ഒരു സൺറൂഫാണ്. ഈ സൺറൂഫ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ സൺറൂഫ് ഓപ്പൺ ആയി കിട്ടും. അതല്ലാതെ നമുക്ക് വോയിസ് ബേസ്ഡ് ആയിട്ടുള്ള കമാൻഡ് കൊടുത്തത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ക്ലോസ് സൺറൂഫ്. Sure, closing. ഓക്കെ, ക്ലോസിംഗ് എന്നുള്ള ഒരു ടൈറ്റിലൊന്നും എഴുതി കാണിക്കില്ല, ഓട്ടോമാറ്റിക് അത് ക്ലോസ് ആവും. അതാണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പാസഞ്ചർ എയർ ബാഗ് എന്നുള്ളൊരു എഴുത്ത് കാണാൻ പറ്റും. അതായത് ഇതിപ്പോൾ പാസഞ്ചർ ബാഗ് ഓഫായി കിടക്കുകയാണ്. ഇത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡിൽ ആ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ സൈഡിലൊരു കീ ഹോൾഡർ ഉണ്ട്. ആ കീ ഹോൾഡർ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ പറ്റും. ഓൺ ആയി കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഇവിടെ ലൈറ്റ് അപ്പ് ചെയ്യും. അതിൻ്റെ ഒരു യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ അത്യാവശ്യം ഇവിടെ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഫാബ്രിക് ആണെങ്കിലും നല്ലൊരു പ്രീമിയം ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ഈ ഭാഗം വരാൻ ഇവിടെ ടിക്കറ്റ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ സൺവൈസറിൽ. പിന്നെ ഇവിടെ ഈ സൺവൈസറിൽ നമുക്ക് ഇവിടെ ഒരു മിററും കാണാൻ പറ്റും. ഇതെല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് വരുന്നൊരു ഫീച്ചറാണ്. ഇവിടെ നമുക്കൊരു സ്പ്രിംഗ് ലോഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ബെൽറ്റിൻ്റെ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ടാറ്റ നെക്സോണിൻ്റെ പ്യുവർ എസിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ടാറ്റ നെക്സോണിലൂടെ കൊടുക്കുന്നത് ഏകദേശം 1 lakh അല്ലെങ്കിൽ 3 year ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വാറണ്ടി പാക്കേജാണ്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്, 5 year ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതിനെല്ലാം തന്നെ നിങ്ങൾ അടുത്തുള്ള ടാറ്റ ഷോറൂമിനെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് കാലിക്കറ്റിലെ റോട്ടാന മോട്ടോഴ്സ് ആണ്. തീർച്ചയായിട്ടും ബുക്കിംഗ്സിനും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വാഹനത്തിൻ്റെ എൻക്വയറീസിനും എല്ലാം തന്നെ അവരെ കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം. സോ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യുക. ടാറ്റ നെക്സോണിൻ്റെ പുതിയ മോഡൽ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്, വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നെക്സോൺ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ.